എൻ്റെ പേര് അനിത. ഞാൻ കുമ്പനാട്ടിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. രണ്ടാമത്തെ സാക്ഷ്യം പറയാൻ അമ്മ അനുവദിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. വെറുതെ നന്ദി പറഞ്ഞാൽ പോരാ. അച്ഛൻ പറയുന്ന പോലെ, കർത്താവായ ദൈവമേ, ഉടമ്പടി എന്ന വലിയ സംരക്ഷണ വലയത്തിൽ എന്നെ വിളിച്ചു ചേർത്തതിനും നിൻ്റെ ചിറകിൻ്റെ കീഴിൽ എൻ്റെ ജീവിതത്തെ സംരക്ഷിക്കാൻ എൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് എന്നെ വിളിച്ചു നിർത്തിയതിനും ഞാൻ നന്ദി പറയണം. അതുപോലെ ഓരോ അനുഭവങ്ങളും എനിക്ക് തന്ന് ദൈവത്തിനോട് അടുപ്പിച്ച് നിർത്തിയ എൻ്റെ മാതാവിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഒന്നാമത്തെ എൻ്റെ സാക്ഷ്യം, എൻ്റെ മകൾ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് മുന്നായിട്ട് ഞാനിവിടെ വന്നപ്പം അവൾ നല്ലതായിട്ട് പഠിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഉടമ്പടി എടുത്തതിനകത്ത് അവിടെ ഇത് വെച്ചില്ല. അപ്പോൾ അത് ഞാൻ മാനുഷികമായിട്ട് ചിന്തിച്ചു, ദൈവമായിട്ട് ചിന്തിച്ചില്ല. അപ്പോൾ അത് കഴിഞ്ഞുടനെ മോളുടെ പഠിത്തങ്ങളെല്ലാം പുറമോട്ടായി. അവസാനത്തെ പരീക്ഷ അടുത്തുകാറായപ്പോൾ ടീച്ചറിനോട് ഞാൻ ചോദിച്ചോണ്ട് എന്നോട് പറഞ്ഞു, മോൾക്ക് ഒരു A+ പോലും കിട്ടത്തില്ല, ജസ്റ്റ് ചിലപ്പം പാസ്സായി പോകത്തേ ഉള്ളായിരിക്കും, പിന്നെ പരീക്ഷയ്ക്ക് 2 മാസവും കൂടെ ഉള്ളൂ. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. ഞാനിവിടെ വന്നു. ഇവിടെ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, എൻ്റെ കുഞ്ഞ് പഠിക്കാനായിട്ട് അമ്മ അനുഗ്രഹിക്കണം, അമ്മയുടെ അനുഗ്രഹത്തോട് വേണം അവൾ പാസ്സാകാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി. ഞാൻ പത്രം മേടിച്ച് വിതരണം ചെയ്ത് വൈകിട്ട് വന്നോടനെ മോൾ എന്നോട് വന്ന് പറഞ്ഞു, അമ്മേ, എന്നെ ഫുൾ A+ ഓരോ ഇതായിട്ട് ഇവരെ മാറ്റി മാറ്റി ഇരുത്തും. അവസാന സ്റ്റേജ് ആകുമ്പോൾ ഫുൾ A+ മേടിക്കുന്നവർ, അതിൻ്റെ താഴെയുള്ള ആൾക്കാർ, ഒട്ടും ഇല്ല പഠിക്കാത്ത മക്കൾ, അങ്ങനെ തിരിച്ച് വെക്കും. അപ്പോൾ ഇവളെ അങ്ങനെ രണ്ടാമത്തെ കാറ്റഗറിയിൽ നിന്ന് ടീച്ചർ വിളിച്ചുകൊണ്ട് പോയിട്ട് ഫുൾ A+ കൊണ്ടിരുത്തി. അപ്പോൾ വൈകിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, അപ്പോൾ പത്രം വിതരണം ചെയ്തുകൊണ്ടേ ഞാൻ പറഞ്ഞു, അമ്മ ഇവളിൽ പ്രവർത്തിച്ചെന്ന് എനിക്കൊന്ന് അടയാളമായിട്ട് തരണം, കാരണം അമ്മയായിരിക്കണം അവൾക്ക് മാർക്ക് കൊടുക്കുന്നത്, അവൾക്ക് പഠിക്കാനുള്ള കഴിവും കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വൈകിട്ട് വന്നോടനെ മോൾ എന്നോട് പറഞ്ഞു, അമ്മ, എന്നെ ഫുൾ A+നകത്ത് കൊണ്ട് ടീച്ചർ ഇരുത്തിയിട്ട് സാർ, അപ്പം കുട്ടികൾ ചോദിക്കുന്നു, ഇവളെന്തിനാ ഇവിടെ കൊണ്ടിരുത്തിയേക്കുന്നേ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചത് അമ്മ അവളിൽ പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇന്ന് ഞാൻ തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 80% മാർക്കോടുകൂടി എൻ്റെ മോള് 10ാം ക്ലാസ് പാസ്സായി. +1 അവൾക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. രണ്ടാമത്തെ സാക്ഷ്യം എനിക്കുണ്ടായ അനുഭവമാണ്. എനിക്ക് തൊണ്ടയ്ക്ക് മുഴ പോലെ ഇങ്ങനെ, എനിക്ക് തൈറോയ്ഡുള്ള ഒരു വ്യക്തിയാണ്. മുഴ പോലെ വന്നിട്ട് ഞാൻ വർത്താനം പറയുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മേളോട്ട് കയറി വരും. മിഴുങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ചോറ് മിഴുങ്ങുന്ന പോലെ മിഴുങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വർത്താനം പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആയിക്കഴിഞ്ഞ് 1 ആഴ്ച 2 ആഴ്ചയായി ഞാൻ ഗ്യാസിൻ്റെ ആണെന്ന് ഓർത്ത് അതിനുള്ള മരുന്നുകളെല്ലാം കഴിച്ചു. അങ്ങനെ എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു. അപ്പം ഞാൻ ഭാര്യയുടെ വിവരങ്ങളൊക്കെ തിരക്കണം. എന്നോട് പറഞ്ഞു, ഇതുപോലെ തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക. അപ്പം ഞാനിങ്ങനെ വിവരങ്ങൾ തിരക്കപ്പോൾ എൻ്റെ ഇതേ അവസ്ഥയാണ് പുള്ളിക്കാരത്തിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എന്നോട് പറഞ്ഞു, നീ എൻ്റെ അത്യാവശ്യമായിട്ടും ചെന്ന് കാണണം, എന്നിട്ട് ഓപ്പറേഷൻ ചെയ്താലൊക്കെ ഇതൊക്കെ മാറത്തുള്ളൂ, ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമല്ല. അപ്പം നമ്മളിങ്ങനെ വാ തുറന്ന് നോക്കുന്നുണ്ടെങ്കിൽ വായിക്ക് ചുറ്റും ചുമന്ന് കുരുക്കൾ, പക്ഷേ വേദനയോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാനത് അത്ര കാര്യമാക്കിയില്ല. അങ്ങനെ 3 ആഴ്ച പോയി. 3 ആഴ്ച കഴിഞ്ഞാൽ എനിക്ക് ഇത് ഇങ്ങനെ ഓപ്പറേഷൻ്റെ കാര്യം പറയുമ്പോൾ പേടിയായപ്പോൾ ഞാൻ വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ പച്ചത്തിരി നീലത്തിരി ഒരുപോലെ കത്തിച്ച് വെച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, 3 അബോർഷനും 2 ഓപ്പറേഷനും കറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. എനിക്കിനി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് അമ്മ തന്നെ ഇത് മാറ്റിത്തരണമെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. തൈലം തേച്ചു. വെളുപ്പിനെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അത് കഴിഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങിയാണ്. മഴയായതുകൊണ്ട് ഞാൻ കയറി ഒന്ന് കിടന്നു. കണ്ണ് എങ്ങനെ അടച്ചപ്പം, ഞാൻ എന്നും ധ്യാനം കൂടുന്ന ഒരു വ്യക്തിയാണ്. ഒറ്റ ദിവസം ഇല്ലാതെ അച്ഛൻ്റെ പഴയ ധ്യാനങ്ങൾ ഞാൻ കൂടുതലും കൂടും. ഒരു ദിവസം പോലും ധ്യാനം ഞാൻ മുടക്കത്തില്ല. അപ്പോൾ പിന്നെ കണ്ണടച്ചപ്പോൾ ഞാൻ കാണുന്നത് അച്ഛൻ്റെ പഴയ ധ്യാനത്തിൽ കാണുന്ന ദിവ്യകാരുണ്യമാണ് ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞോണ്ടേ ഒരു നീല മെഴുകുതിരി ഇങ്ങനെ കത്തി ഉരുക്കി താഴോട്ട് വീഴുന്നതായിട്ട് ഞാൻ 3 വട്ടം കണ്ടു. അത് കണ്ടു കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്ന് ഞാൻ ഓർത്തിരുന്നത് ഇങ്ങനെ കണ്ടേ. പിറ്റേന്ന് തൊട്ട് എനിക്ക് തൊണ്ടയ്ക്കത്തെ ഇതെല്ലാം പെതിയെ കുറയാൻ തുടങ്ങി. അങ്ങനെ 1 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ട് മാറി, അമ്മയുടെ സഹായം കൊണ്ട്. അതിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം, എൻ്റെ അനിയത്തിയുടെ രോഗവിവരമാണ്. അവൾ രണ്ടാമത് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പം ഞാൻ വീട്ടിൽ ചെന്നപ്പം അനിയത്തിയുടെ കുഞ്ഞെന്നോട് ചോദിച്ചു, അമ്മ, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെല്ലുന്ന തന്നെ അമ്മയോടും കുഞ്ഞുങ്ങളോടും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നോണ്ടെങ്കിൽ കുഞ്ഞെന്നോട് പറഞ്ഞു, അമ്മ, എനിക്ക് കാശ് രൂപ എനിക്ക് തരാമോ? ഞാൻ പറഞ്ഞു, മോനെ, ഈ കാശ് രൂപ മോന് തരാൻ പറ്റത്തില്ല. അന്നേരം പറഞ്ഞു, ഞാൻ നീ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ കുഞ്ഞിനൊരു കാശ് രൂപ ഞാൻ മേടിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞു.
പിറ്റേന്ന് ഞാൻ വീട്ടിൽ പോന്നു കഴിഞ്ഞപ്പോൾ എന്നോട് കുഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയുടെ കാശ് രൂപ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒരിക്കലും മോൻ്റെ കയ്യിൽ എങ്ങനെയാണ് കിട്ടുന്നത് കാശ് രൂപ? അന്നേരം എന്നോട് പറഞ്ഞു, അല്ല എൻ്റെ കയ്യിലുണ്ട്. ഫോട്ടോ ഇട്ട് തന്നപ്പം ശരിയാണ്, നമുക്ക് ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുന്ന അതേ കാശ് രൂപം കുഞ്ഞിന് മുറ്റത്ത് കിടന്ന് കിട്ടി. കുഞ്ഞിന് 8 പൈസയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓടിച്ചത് എൻ്റെ ബാഗിൽ നോക്കുമ്പോൾ എൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്. അപ്പം മോൾ എന്നോട് ചോദിച്ചായിരുന്നു, അമ്മ എനിക്ക് ഈ കാശ് രൂപം തരാമോ? പക്ഷേ ഞങ്ങൾക്ക് ചുറ്റും ഹിന്ദുക്കളാണ്, ഒരു ക്രിസ്ത്യൻസോ അല്ലെങ്കിൽ ഒരു രീതിയിലും ഈ കാശ് രൂപ അവിടെ വരാൻ ഒരു സാധ്യതയില്ല. ആ കാശ് രൂപത്തിൻ്റെ മണ്ഡപശ ശകലം ഇവിടെ കരിഞ്ഞായിരുന്നത്. അപ്പോൾ ഈ അബോർഷൻ കഴിഞ്ഞിട്ട് അന്നേരം 3 ആഴ്ച ആയിരുന്നു. ആ 3 ആഴ്ച കഴിഞ്ഞ ഉടനെ ഇവക്ക് പെട്ടെന്ന് വയ്യാതെ വന്നു അഡ്മിറ്റാക്കിയപ്പം ഇവക്ക് സ്കാൻ ചെയ്തോണേ DNC ചെയ്തതിന് ശകല സ്പോട്ട് അതിനകത്തുണ്ട്. ഒരു രീതിയിൽ നമുക്ക് ഇനി രണ്ടാമത് DNC ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ ഉടനെ ഡോക്ടർ പറഞ്ഞു, ഇത് വെളിയിൽ നിന്ന് ഒരു മരുന്ന് കൊണ്ടുവന്നിട്ട് ഇഞ്ചക്ഷൻ പെരിയെ ചെയ്ത് കൊടുക്കാം, പക്ഷേ എല്ലാ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് എഴുതി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി കൊടുത്തു. ഓരോ ദിവസവും ഇഞ്ചക്ഷൻ കയറുന്നതിനനുസരിച്ച് ഇവർക്ക് ഭയങ്കര പ്രശ്നങ്ങളായി. ശരീരത്തുള്ള എല്ലാ കാര്യങ്ങളും കൂടാൻ തുടങ്ങി. കൂടി ലാസ്റ്റ് ആയപ്പോൾ ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് RCCക്ക് പോകാം, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞങ്ങൾ ചെയ്തു. ഒരാൾ പറഞ്ഞു, നമുക്ക് യൂട്രസ് അങ്ങ് എടുത്ത് കളയാം, അതേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇവളെ കരഞ്ഞു വിളിച്ച് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. 4ാമത്തെ സ്റ്റേജിൽ ക്യാൻസർ പോലും അസുഖപ്പെടുത്തുന്ന മാതാവ് നമ്മുടെ കൂടെ ഉള്ളപ്പം നീ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവളോട് ഞാൻ പറഞ്ഞു, നീ എന്തെങ്കിലും പാവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ നോട്ടത്തിൽ നീ ചെയ്യുന്ന എല്ലാം കറക്റ്റായിരിക്കും, പക്ഷേ ദൈവമായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിയായിരിക്കത്തില്ല. അതുകൊണ്ട് നീ ചെയ്ത പാവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിനക്ക് ഞാൻ ഇന്ന് വൈകിട്ട് തന്നെ നിൻ്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും വയ്യാതിരിക്കുക, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാണ് ഇത് പറയുന്നത്. ഞാൻ പറഞ്ഞു, നീ കരയണ്ട, ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്ന് വൈകിട്ട് തന്നെ ഇവിടുന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡോട് അവിടെ ചെന്നു. തൈലം കൊണ്ടുവന്ന് ഞാൻ അവിടെ വയറ്റത്ത് കൊടുത്തു. ഈശ്വര സുബ്രഹ്മണ്യയിൽ ഞാൻ പ്രാർത്ഥിച്ചു. ആ ഉപ്പെടുത്ത് ഞാൻ അവിടെ കട്ടിലിന് ചുറ്റുവിട്ടു. ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ തിങ്കളാഴ്ച 10-11 മണിയാകുമ്പം ഇവൾ ഡിസ്ചാർജായി വീട്ടിൽ പോകണം. ഇവൾക്ക് ഇതിൽ നിന്ന് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നത്. അമ്മയുടെ സന്നിധി വന്ന് ഞാൻ സാക്ഷ്യം പറയും, എൻ്റെ വിശ്വാസത്തെ അമ്മ തകർത്ത് കളയരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവൾക്ക് പ്രാർത്ഥിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുത്തു. പിന്നെ ജപമാല കൊടുത്തു, പിന്നെ ഉപ്പ് ശകലം ഞാൻ അവിടെ കൈ കൊടുത്തു. ഇത് വെള്ളത്തിലിട്ട് നീ കുടിക്കുവോ എന്താണ് ചെയ്യണമെന്ന് പറഞ്ഞു. പിറ്റേന്ന് മുതൽ ഞാനിതൊരു വെള്ളിയാഴ്ച അവിടെ ചെല്ലുന്നത്, പിന്നെ ശനി ഞായറും ഉണ്ട്. പിറ്റേന്ന് മുതൽ ഇവിടെ കൗണ്ടുകളെല്ലാം കുറയാൻ തുടങ്ങി. കുറഞ്ഞു തിങ്കളാഴ്ച ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ 10 മണിയായപ്പോൾ ഡോക്ടർ എല്ലാ റിസൾട്ടുകളും വന്നു. എല്ലാ കാര്യങ്ങളും നല്ല രീതി 3000-4000 ഇതിൽ കിടന്ന് ഓരോന്നിൻ്റെ പേരുകൾ എനിക്ക് പറയാൻ അറിയത്തില്ല. അത് അത്രയും കൂടി ഇന്ന് എല്ലാ സാധനങ്ങളും അവർക്ക് നല്ലതായിട്ട് കുറഞ്ഞു. 11-12 മണിയായപ്പം ഡിസ്ചാർജായി വീട്ടിൽ പോന്നു. ആ അമ്മ തന്ന അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ അടുത്ത് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട് ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. എൻ്റെ കടയുടെ അടുത്ത് ഒരമ്മയില്ലാത്ത 2 മക്കളും ഒരു പ്രായമുള്ള അമ്മയും അച്ഛനും ഉണ്ട്. അവർ വാടകയ്ക്ക് താമസിക്കുക. അവർക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന വീട് പകുതിയാക്കിയിട്ടേക്കുക. ഈ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇവർ വാടക മാറി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അനിതേ നീ മാതാവിൻ്റെ വലിയ വിശ്വാസിയല്ലേ, നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ അമ്മയാന്ന്? ഞാൻ പറഞ്ഞു, എൻ്റെ വീട് പണി നടക്കുന്നില്ല. എൻ്റെ കടയ്ക്കകത്ത് ഞാൻ അമ്മയുടെ ഫോട്ടോ, ഈശോയുടെ ഫോട്ടോ എല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അമ്മയോട് ചോദിച്ചു, അമ്മ എന്തോ അമ്മയെ ചെയ്യേണ്ടതെന്ന്. ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കുക. അപ്പം ഞാൻ എന്തെടുത്തോ, എൻ്റെ കയ്യിൽ മണ്ണുണ്ടായിരുന്നു, ഇവിടുന്ന് കൊണ്ടുവന്ന മണ്ണ്. ആ മണ്ണ് ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി ആ വീടിന് അകത്തിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വീടിനകത്തിട്ട് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് ഒരു പള്ളിയിലച്ഛൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട് പണി എന്തുവായി? അങ്ങനെ പറഞ്ഞു, അത് വെച്ചാൽ പൂർത്തിയായിട്ടില്ല, പ്രവാസികളുടെ സഹായത്തോടെ ഞാൻ നിങ്ങൾക്ക് വീട് വെച്ച് തരാമെന്ന്. പിറ്റേന്ന് തൊട്ട് വീട് പണിയെല്ലാം നടന്നു. വീട് പണി നടന്ന് പകുതിയായപ്പോൾ എവിടെയെങ്കിലും കാണുമല്ലോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കുത്തിത്തിരിപ്പിന്, അങ്ങനെ വീട് പണി അവിടെ സ്റ്റോപ്പായി. വീണ്ടും ഈ അമ്മ എൻ്റെ അടുത്ത് ഓടി വന്നോണ്ടേ പറഞ്ഞാൽ വീട് പണി സ്റ്റോപ്പായി പോയി, ഇനി എന്തോ ചെയ്യണ്ടേ? അച്ഛൻ പറഞ്ഞു, ഇനി ബാക്കി നിങ്ങൾ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നീട് എന്തോ ചെയ്തു, ഉപ്പെടുത്തിട്ട് പറഞ്ഞ് ഇത് കൊണ്ടുപോയിട്ട് വീടിന് അകത്തിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർ ആ ഉപ്പ് കൊണ്ടുപോയി വീടിനകത്തിട്ട് ഈ ഉപ്പെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയോട് നോക്കി പ്രാർത്ഥിച്ചോന്നേ. ഞാൻ പറഞ്ഞു, എന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞു എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, 2 മാസത്തിനകം നിങ്ങൾ കയറി താമസിക്കും. അത് എന്ത് ഇതിലാണ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചത്, എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. 2 മാസത്തിനകം നിങ്ങൾ കയറി താമസിക്കും, 2 മാസത്തെ താമസം ഇതിനുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവർ ആ ഉപ്പ് കൊണ്ട് അതിനകത്തിട്ടു. അന്ന് രാത്രി ഇവരുടെ പെരയ്ക്കകത്തുനിന്ന് അവർക്കും കിട്ടി ഒരു കാശ് രൂപം. പിറ്റേന്ന് ഈ അമ്മ ഓടി അതും കൊണ്ട് എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, അമ്മ മോളെ ദേണ്ടടി എനിക്കൊരു കാശ് രൂപം കിട്ടി. അവരുടെ വീട്ടിൽ അവരാരും ഇവിടെ ഒന്നും വന്നിട്ടില്ല, അവർ പ്രായമുള്ള ആൾക്കാരാണ്.
ആ കാശ് രൂപ ഇന്നും ആ അമ്മയുടെ കയ്യിലുണ്ട്. 2 മാസത്തിന് അവർ കയറി താമസിച്ചു. അവരിപ്പോൾ സുഖമായിട്ട് അവിടെ താമസിക്കുന്നു. ഒരു കല്യാണ ആവശ്യത്തിനായിട്ട് ഈ അമ്മ തന്നെ പറഞ്ഞിട്ട് അതിനടുത്തുള്ളൊരു വീട്ടിൽ മോടെ കല്യാണം വന്ന് ആ കല്യാണം നടത്താനായിട്ട് അവർക്ക് 1 രൂപ പോലും അവരുടെ കയ്യിലില്ല. അപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, അമ്മ പറഞ്ഞായിരുന്നു നീ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവരുടെ വീടിൻ്റെ കയറി താമസം എല്ലാം നടത്തിയത്, അതുകൊണ്ട് നീ ഈ കല്യാണം നടക്കാനായിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം, നീ പറഞ്ഞാൽ അമ്മ കേൾക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലോണിന് പോയിട്ട് എങ്ങൊന്നും ലോണ് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ഇതിനകത്ത് വെറും ഒരു പുഴുവാണ്, എനിക്ക് എൻ്റെ അമ്മയെ ഇഷ്ടമാണ്, കാര്യം ശരിയാണ്, ഞാൻ എപ്പോഴും എൻ്റെ അമ്മയെ പ്രാർത്ഥിക്കും, ഞാൻ ഈശോയെ പ്രാർത്ഥിക്കും, അത് ശരിയാണ്, പക്ഷേ അന്നേരം പറഞ്ഞു നീ എന്തെങ്കിലും ചെയ്തതല്ലേ, ഒന്ന് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇച്ചിരി നേരം അമ്മയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, എന്താ അമ്മ ഇതിന് ചെയ്യണ്ടേ? അപ്പോൾ എനിക്ക് എളുപ്പം തോന്നി. ഞാൻ ഒരിച്ചിരി മണ്ണെടുത്തു, 1 രൂപ എടുത്തു. ഞാനത് എന്തിനാണ് എടുത്തതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ 1 രൂപയും എടുത്തു. ആ മണ്ണും എടുത്തിട്ട് ഒരു പേപ്പറിൽ വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി അമ്മയുടെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടെ പോയാലും ഇതും കൊണ്ട് വേണം പോകാനെ കൊണ്ട്, പക്ഷേ ഒരു തടസ്സമുണ്ട്. എന്താ തടസ്സം എന്ന് എന്നോട് ചോദിക്കരുത്, അത് എനിക്കറിയത്തില്ല. ഇതെന്തിനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, അതൊന്നും എനിക്കറിയത്തില്ല, ഞാൻ അങ്ങ് പറയുമാ. ഞാൻ പറഞ്ഞു, ഒരു തടസ്സം, ഒരു വലിയ തടസ്സമാണ്, അത് എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ആ തടസ്സം നീങ്ങി കല്യാണം നല്ല മംഗളമായിട്ട് നടക്കും എന്ന് മാത്രം ഞാൻ പറഞ്ഞു. എന്നിട്ട് ഇവർ ഇത് എൻ്റെ കയ്യിൽ ഒരു കൊച്ചു കാശ് രൂപ ഉണ്ടായിരുന്നു, അതും ഞാൻ കൊടുത്തു. അതും കൊണ്ട് പോയിട്ട് 1.5 മാസം കഴിഞ്ഞപ്പം ഈ 28-ാം തീയതിയാണ് മോടെ കല്യാണം. എന്നിട്ട് ഇവർ ലോണിൻ്റെ കാര്യത്തിന് പോയപ്പം തടസ്സം എന്തുവായിരുന്നു ചോദിച്ചാൽ, അവരുടെ വീട്ടിലോട്ടുള്ള വഴി അവരുടെ പ്രമാണത്തിൽ അങ്ങനൊരു വഴി പറഞ്ഞിട്ടില്ല. അതാണ് അതിൻ്റെ തടസ്സം. വഴിയില്ലാത്ത സ്ഥലത്തിന് ആരും ലോൺ കൊടുക്കത്തില്ല. പക്ഷേ എങ്കിൽ പിന്നെ പഞ്ചായത്ത് വില്ലേജിൽ ചെല്ലുന്നുണ്ടെങ്കിൽ അവരുടെ വസ്തുവിനകത്തോട്ട് വഴിയുണ്ട്. പക്ഷേ 1.5 മാസം കൊണ്ട് അവർ ആ കാശ് ഞാൻ കൊടുത്ത അത്രയും സാധനമായിട്ട് നടന്ന് അവരാ ലോണ് ശരിയാക്കി. 28-ാം തീയതി അമ്മയുടെ കല്യാണമാണ്. അത് നടത്തുന്ന അമ്മയ്ക്ക് 1 കോടി നന്ദി അർപ്പിക്കുന്നു. അതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ സ്നേഹത്തോടെ പറഞ്ഞാൽ അമ്മ നമുക്കത് സാധിച്ചു തരും. നിങ്ങളുടെ മനസ്സിൽ എന്ത് ദുഃഖമുണ്ടെങ്കിലും അമ്മ അത് നിങ്ങൾക്ക് നിവർത്തിച്ചു തരും. ഇത്തിരി സങ്കടപ്പെടുത്തിയാലും അമ്മ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ചില ദിവസങ്ങളിൽ ചിലപ്പോൾ എനിക്കും സങ്കടങ്ങളും അസുഖങ്ങളും എല്ലാം വരും. പക്ഷേ അതൊന്നും നിങ്ങൾ ആരും കാര്യമാക്കേണ്ട കാര്യമില്ല. 2-3 ദിവസം കഴിയുമ്പോൾ അത് നമ്മളെ അമ്മ പരീക്ഷിക്കുന്നതാണെന്ന്, അച്ഛൻ പരീക്ഷിക്കുന്നതാണെന്ന് ഓർത്ത് സമാധാനപ്പെട്ട് പ്രാർത്ഥനയിൽ നിന്ന് മാറാതെ നിന്നാൽ മതി. പിന്നെ അങ്ങനെ എൻ്റെ അടുത്ത് എന്തൊരു കാര്യത്തിന് ആര് വന്നാലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ മാസവും ഞാൻ ഹോസ്പിറ്റലുകളിൽ ചോറ് കൊണ്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഹോസ്പിറ്റലിൽ പോയി നിൽക്കാൻ ഇപ്പം പേടിയാണ്. നമുക്ക് അവർ സമ്മതിക്കത്തില്ല അതിനകത്ത് നിൽക്കാനോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അവിടെ അങ്ങ് നിൽക്കാനൊന്നും അവർ സമ്മതിക്കത്തില്ല. എന്നാലും പേടിച്ചിരണ്ടാണെങ്കിലും ഞാൻ 1 മാസം പോലും മുടക്കത്തില്ല, അതുകൊണ്ട് കൊടുക്കും. പിന്നെ എന്നെക്കൊണ്ട് കഴിവുള്ള പൈസ വയ്യാതെ കിടക്കുന്ന മക്കൾക്ക് അവർക്ക് കൊടുക്കും. പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോരുന്നുണ്ടെങ്കിൽ അടുത്ത മാസം ചോറ് കൊണ്ടുപോകുന്ന വരെ അവിടെ കണ്ട രോഗികൾക്ക് വേണ്ടി ഒറ്റ ദിവസമില്ലാതെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഓരോ ആൾക്കാരോടും ചോദിക്കുക എന്താ അസുഖം, ആ അസുഖത്തെ വെച്ച് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത പോലെ ഇനിയും ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ പേരിലുണ്ട്. സമയക്കുറവുണ്ടോ ഞാൻ പറയുന്നില്ല. ഇനി അടുത്ത സാക്ഷ്യം എൻ്റെ മോനെയും കൊണ്ട് വന്ന് പറയാൻ അമ്മ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ജീവിതത്തിൽ ഉടമ്പടിക്ക് ശേഷമുണ്ടായ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ സാക്ഷ്യം പറഞ്ഞത്. ഏറെ പ്രധാനപ്പെട്ടത് സ്വന്തം കാര്യം എന്നതിനേക്കാളുപ്പുറം മറ്റുള്ളവർക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതും അവർക്ക് ലഭിച്ച സൗഖ്യം. അത് ഒരു ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവർക്ക് വരുന്ന രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്ന ആ വ്യക്തി കാരണം ഒരുപാട് ആൾക്ക്. ഇപ്പം നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർക്കറിയാം, അവരുടെ സാക്ഷ്യത്തിൽ ഒരു 1-2 കാര്യങ്ങൾ അവരുടേത് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് മുഴുവൻ അവരോട് ബന്ധപ്പെട്ട് അവർ കണ്ടുമുട്ടിയ വ്യക്തികൾ. അത് വളരെ വ്യക്തമായിട്ടുള്ള അനുഭവങ്ങൾ അവർ മൂലം ആ കുടുംബത്തിലും ആ വ്യക്തി ജീവിതത്തിലും ഉണ്ടായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ദൈവം അത് അനുവദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ദൈവം ഇപ്പോൾ ശിഷ്യന്മാരെ അയക്കുമ്പോഴും ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന അധികാരം എന്ന് പറയുന്ന കുറേ വസ്തുക്കളല്ല, ഒരു അധികാരം കൊടുക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ച രോഗികൾക്ക് സൗഖ്യം കിട്ടും, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ ബന്ധനങ്ങൾ അഴിയും. ഇങ്ങനൊരു അഭിഷേകം ഉടമ്പടിയിലൂടെയും വ്യക്തികൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ എല്ലാ സാക്ഷ്യങ്ങളിലും തന്നെ അവർക്കൊരു 3rd person 2nd person റെഫറൻസ് ഉണ്ട്. അവർ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം കിട്ടും. അതുകൊണ്ടാണല്ലോ ആരെങ്കിലും നമ്മുടേക്ക് വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച ദൈവത്തിന് മുമ്പിൽ അത് സ്വീകാര്യമാകപ്പെടും എന്നുള്ള രീതിയിൽ ഒരു അനുഭവം അവർക്ക് ഉണ്ടാകുമ്പോഴാണ്. അല്ലെങ്കിൽ പിന്നെ ആരും പ്രാർത്ഥിക്കാൻ പറയില്ല. ഏറെ പ്രത്യേകിച്ച് ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇങ്ങനെ ഒരുപാട് പ്രദേശങ്ങളിൽ വലിയ ആശ്വാസവും സന്തോഷവും വലിയ അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വ്യക്തി ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, അത് വീട്ടിൽ ഇരുന്നിട്ട് വെറുതെ പ്രാർത്ഥിക്കുകയല്ലല്ലോ, അവിടെ ചെന്ന് അവിടെ ആവശ്യം എന്താണെന്നറിഞ്ഞ് അവർക്ക് ആവശ്യമായത് വിശ്വാസത്തിൻ്റെ ഉടമ്പടിയുടെ വസ്തുക്കൾ നൽകി പ്രാർത്ഥിച്ചു.
അപ്പോൾ അതിനുശേഷം അതിന് വ്യക്തമായിട്ടൊരു അടയാളം അവരുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നു. അതിനുശേഷം അവരും പതുക്കെ വിശ്വാസത്തിലേക്ക് കടന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരാൾക്ക് വീട് കിട്ടിയതോ സ്ഥലം കിട്ടിയതോ ഒന്നുമല്ല. ഒരാളിലേക്ക് മറ്റൊരാളിലേക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള വിശ്വാസവും പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള അറിവും ചെന്നെത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യവും അനുഭവം. ഈ ഒരു യാത്രയിൽ ദൈവം നമുക്ക് മനുഷ്യരായതുകൊണ്ട് ദൈവം ആദ്യം വന്നവർക്കെല്ലാം ഉടൻ തന്നെ കർത്താവ് സ്വർഗത്തിനെക്കുറിച്ചല്ല പഠിപ്പിച്ചത്. ആദ്യം വന്നവർക്ക് അപ്പവും സൗഖ്യവും എല്ലാം കൊടുത്തത്. അത് ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പതുക്കെ അവസാനമാകുമ്പോഴാണ് ദൈവം യഥാർത്ഥ സ്വർഗീയമായ പ്രബോധനങ്ങൾ നൽകുന്നത്. അത് മനുഷ്യൻ്റെ ഒരു ആവശ്യങ്ങളെ കർത്താവിനറിയാം. ആ ആവശ്യങ്ങളിലൂടെയാണ് ദൈവം തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നത്. ആവശ്യങ്ങളിലൂടെ തന്നെ ആവണമെന്നും നിർബന്ധമില്ല. പക്ഷേ ഉടമ്പടിയിൽ അത് വ്യക്തമായിട്ട് ആ ഒരു കാര്യം ഈശോയും മാതാവും ചെയ്യുന്നു. അതിന് വ്യക്തമായിട്ട് നമുക്ക് കൊടുക്കുവാനും പറയുവാനും അയച്ചു കൊടുക്കുവാനും. ഇപ്പോൾ ആരാധനയെക്കുറിച്ച് 2-3 പ്രാവശ്യം റെഫർ ചെയ്യുന്നുണ്ട്. ആരാധന കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ ദിവ്യകാരുണ്യത്തിനെ കണ്ടു എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഈ സാധാരണ നിന്ന് മുകളിൽ നിൽക്കുന്ന അനുഭവങ്ങളാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പേര് സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ അതിനർത്ഥം ഇത് സാധ്യമാണ്, ഉടമ്പടിയിൽ സാധ്യമാണ്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനകൾ ക്രമീകരിക്കുമ്പം ദൈവം നമുക്ക് മുൻപോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ദൈവാനുഭവം നൽകും എന്നുള്ളത് 10,000-ലധികം പേര് ഇവിടെ സാക്ഷ്യം പറയുന്നതിൻ്റെ ബലമുണ്ട്. അതിന് ജാതിയും മതവും ഒന്നൊരു വിഷയമല്ലെന്ന് ഒരുപാട് സാക്ഷ്യങ്ങൾ ഓൾറെഡി തെളിയിച്ചതാണ്. ഇപ്പോൾ ഈ ഒരു സാക്ഷ്യവും ഇപ്പം മാതാവുമായിട്ടുള്ള യാത്രയിൽ മാതാവ് സഹനം തന്നാലും മാതാവ് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നന്മയായിട്ട് വരുമെന്നുള്ളത് വെറുതെ പള്ളിപ്രസംഗം കേട്ടിട്ട് ബൈബിൾ വായിച്ചിട്ട് ബുക്ക് വായിച്ചിട്ട് കിട്ടിയതല്ലല്ലോ, വ്യക്തമായിട്ട് അനുഭവത്തിൽ നിന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസ യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും, അല്ലെങ്കിൽ ഉടമ്പടി എടുത്തവർ. അപ്പം ഇതുപോലെ ഒരുപാട് പേരെ പ്രാർത്ഥിക്കുവാനും അവർക്ക് അനുഭവം ലഭിക്കുവാനും ഇടവരത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.